എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ മർമ്മപ്രധാനോ പരിചയപ്പെടുത്ത് ദയവ് ഈ ഒരു വലിയ ഇൻട്രോ ഒക്കെ പ്രതീക്ഷിച്ച് വലിയ ഇൻട്രോ ഒക്കെ നമുക്ക് തരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ചർച്ച തമ്മിൽ ഷോയിൽ നടന്നു. തമ്മിൽ ചില വലിയ വ്യക്തികളൊക്കെ പോയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചർച്ച അത്രയും നിലവാരമൊന്നും ഇല്ല. നിലവാരമേ ഇല്ല ഇതില്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രധാരണം, ഇതാണ് ചർച്ചാ വിഷയം. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു ദേവ് ഡി കോട്സ്. പുള്ളിയാണ് ഇതിനെക്കുറിച്ച് പറയാൻ കറക്റ്റ് ആയിട്ട്. ഞാൻ എന്താ പറയാനാ, ഓരോരുത്തരുടെയും താല്പര്യമാണ് അവരെന്ത് ഡ്രസ് ഇടണമെന്നുള്ളത്. ഇപ്പോ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സ്ത്രീകൾ തുണിയില്ലാതെ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് വസ്ത്രധാരണം അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരെന്ത് ഡ്രസ്സ്, പുരുഷന്മാരുടെ കാര്യം എടുത്തു. സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന് നമ്മൾ ലിമിറ്റേഷൻസ് വെക്കുമ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് വെക്കുന്നില്ല? അതെന്തുകൊണ്ട് വെക്കുന്നില്ല? വെക്കണം എന്ന് പറഞ്ഞ കാര്യമില്ല. എന്തുകൊണ്ട് വെക്കുന്നില്ല? സമത്വം വേണം. അതെന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല? നാളെ നിങ്ങൾ ബിക്കിനി ഇട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. കാരണം ഇപ്പം മറ്റേ ഈ റീൽസ് ഒക്കെ വരുന്നാലും നിങ്ങളെ ബിക്കിനി ഇട്ടൊരു ഫോട്ടോയോടെ ഓരോ വ്യക്തികൾക്കും അവർ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പിന്നെ ഓരോ ഫംഗ്ഷനും ഇടേണ്ട ഡ്രസ്സിനൊരു മാനർ കീപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ പറയുന്നത് മരണ വീട്ടിൽ പോയിട്ട് മറ്റേ സ്വിമ്മിംഗ് സൂട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, അത്രേ ഉള്ളൂ. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും എന്ത് വസ്ത്രം വേണേലും ഇടാം. അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ആ എന്ത് വസ്ത്രം ഇട്ടിട്ടും കാണുന്നവന്മാര് ഒരു നെഗറ്റീവ് പറയാൻ പാടില്ല നിങ്ങൾ ചിന്തിക്കരുത്. അത്യാവശ്യം മോശമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സെക്ഷുവലി അല്ലെങ്കിൽ എന്താ ഹോട്ടാണെന്ന് ചിന്തിക്കുന്ന ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേനും വേറൊരുത്തിന് ഹോട്ടാണെന്ന് തോന്നണമെന്നില്ല. അപ്പൊ അവന്റെ ചിന്താഗതിക്ക് വിടണം, നിങ്ങൾ നിങ്ങളെ ചിന്താഗതിക്ക് ഇട്ടോ. ഇതാണ് എന്റെ ഒരു സ്റ്റൈല്. പക്ഷെ ഇവിടെ എന്താ സംസാരിക്കുന്ന അറിയോ? എന്താ വസ്ത്രം വെച്ചിട്ടാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ അളക്കുന്നെന്നാ പറയുന്നത്. ഇതിനകത്ത് ഈ ചർച്ചയ്ക്കകത്ത് പ്രധാനമായിട്ടും പങ്കെടുത്തത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മോനുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് അജിത് കുമാർ, സ്വയം പ്രഖ്യാപിത ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പുള്ളി തന്നെ ഒരു സംഘടന തുടങ്ങി. ഇയാളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നമ്മുടെ നാട്ടില് വയനാടല്ലേ, അല്ല ഇടുക്കിയിൽ കുമളിയിൽ രഞ്ജിഷ് മരിച്ചു ആണല്ലോ. ഇയാൾ ഒരു വാക്ക് അതിനെ കുറിച്ച് മിണ്ടിയോ? അല്ല, അതിനെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി മറ്റേ അതിനകത്ത് ന്യൂസ് വാല്യൂ ഇല്ല. അത് അവിടെയാണ് പ്രശ്നം. ഇയാൾക്ക് എന്തിനാണ് ഈ ഒരു അസോസിയേഷനായിട്ട് നടക്കുന്നതെന്ന് ചോദ്യം വരുന്നത് അവിടെയാണ്. അതേസമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു പെണ്ണായിക്കോട്ടെ ചാടി ഇറങ്ങും. അപ്പൊ ഈ പുള്ളി രാഹുൽ ഈശ്വർ എന്താണ്? രാഹുൽ ഈശ്വർ വേറെ മെൻസ് കമ്പനി ഒരുമിച്ചായിരുന്നത് ആദ്യം. ഇപ്പൊ 2 മെൻസ് കമ്പനി, 2 അസോസിയേഷൻ കൂടെ തുടങ്ങിയാലോ? ID കാർഡൊക്കെ ഇട്ടുണ്ട്. ഞാനില്ല. ഓക്കെ, നമുക്ക് വട്ടിയൂർക്കാവിനെ പറയുന്ന ആദ്യം കേൾക്കാം. പുള്ളിക്കാരൻ പറഞ്ഞു തുടങ്ങിയ, നിങ്ങൾ ഈ ചർച്ച ഉണ്ടോ? പുള്ളിക്കാരൻ പറഞ്ഞു തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ്, ഹനാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഹനാന്റെ വസ്ത്രധാരണം പ്രശ്നം എന്നുള്ള രീതിയിൽ നമുക്ക് അത് ആദ്യം കാണാം. അപ്പൊ ഹനാൻ തിരിച്ചു വെക്കുന്നുണ്ട്, എന്റെ ഡ്രസ്സിന് ഇപ്പൊ എന്താ കുഴപ്പം? ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കത് കേൾക്കാം, പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കാം. ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. നന്നായി. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും. തന്നോട് ആരാ പറഞ്ഞ ഡ്രസ്സിങ്ങിൽ കൂടെ ബഹുമാനം നാട്ടിൽ കണ്ടെത്തുന്നെന്നുള്ളത്? പുരുഷന്മാരെല്ലാം അതാ ഇങ്ങനെ ചിന്താഗതിയുടെ പ്രശ്നം. പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേന് എല്ലാ പുരുഷന്മാരെയും കൂടെ ജനറലൈസ് ചെയ്ത് പുരുഷന്മാരുടെ അട്ടിപ്പേർ അവകാശം ഇയാളും എടുത്തു. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ പറയുന്ന ഒരു സാധനവും പുരുഷന്മാരുമായിട്ട് യോജിക്കുന്നതല്ല. നിങ്ങൾ പറയുന്നതിൽ ഒരു 90% മണ്ടത്തരവാ അല്ലേ? ഒരു 80s അല്ലെങ്കിൽ 70s ഉള്ള അമ്മമാരാണെങ്കിൽ ഓക്കെ, അവർ ചിലപ്പം കേട്ടോണ്ടിരിക്കും, ഇത് ശരിയാണ്. എനിക്ക് തോന്നുന്നില്ല എന്താ പ്രശ്നമാണെന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിനേക്കാളും വൾഗറായിട്ട് വേറെ ഇട്ടിട്ടുണ്ട്, മുൻപിട്ടിട്ടുണ്ട്. ഇതിൽ ഒന്നും തോന്നിയിട്ടില്ല. ഇതിനകത്ത് 2 എക്സ്ട്രീമിൽ ആൾക്കാർ രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബാക്കി കേൾക്കാം, വട്ടിയൂർക്കാവ് ചേട്ടന്റെ ബാക്കി കേൾക്കാം. ചിന്തിക്കും, നടന്നു വരുന്നത് പോകുന്നത് മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം. ഓരോ പുരുഷനും തന്നോട് ആര് പറഞ്ഞു ഓരോ പുരുഷനും അങ്ങനെയാണ് ബഹുമാനം കൊടുക്കുന്നതെന്ന്? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ. ഈ പുള്ളിക്കാരൻ സണ്ണി ലിയോണിനെ കാണുന്നു, ഐശ്വര്യ റായിനെ കാണുന്നു, ഇവർക്ക് രണ്ടിനും ബഹുമാനം കൊടുക്കുന്നില്ല. എന്നാൽ ഇപ്പോ എന്തോ കൂടത്തായി കേസിനകത്തെ ജോളി വരുന്നു, അവര് ജീൻസും ടോപ്പ് ഒക്കെ ഇട്ടല്ലോ സുന്ദരമായിട്ടെല്ലാം മറച്ചിട്ട് താൻ ആർക്ക് ബഹുമാനം കൊടുക്കുകയെ? ജോളിക്ക് കൊടുക്കും. വസ്ത്രധാരണം സൂപ്പർ അടിപൊളി ക്യാരക്ടർ. പക്ഷെ മറ്റേ മിസ് വേൾഡിനകത്ത് ട്രൗസർ ഇട്ടുകൊണ്ട് നടന്ന ഐശ്വര്യ റായ് ഉണ്ടല്ലോ, മാറ്റവളെ അവക്ക് ബഹുമാനം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇയാളുടെ സ്വന്തം അമ്മയ്ക്കും ഭാര്യയ്ക്കെതിരെ കൊട്ടേഷൻ എടുക്കാന്ന് പറഞ്ഞ മോനാണ്. അവരുടെ ഡ്രസ്സ് മോശമായോണ്ടാണോ അവന് കൊട്ടേഷൻ എടുത്തത്? അല്ല, അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ക്യാരക്ടറും വസ്ത്രധാരണവും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല അത്.
എനിക്കും പിടികിട്ടില്ല സത്യം. ഇപ്പൊ തസ്നീഖാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ മാന്യമായിട്ട് ഡ്രസ് ധരിച്ചെന്നൂടെ ചോദിച്ചിട്ട് അത് ഒരു ചർച്ചയായിട്ടുണ്ട്, ആവശ്യമായിട്ട്. മറ്റവർക്ക് ഇങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ഒന്നും ഇതിനകത്തുള്ള കോമഡി നേരത്തെ ഞാൻ പറഞ്ഞത്, ഹനാൻ തിരിച്ചു വെക്കുന്നുണ്ട്, ഈ ഡ്രസ് എന്താ കുഴപ്പം? ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇത് സൂപ്പർ ഡ്രസ്. പക്ഷേ ഞാൻ വേറെ ഡ്രസ്സിനെ കുറിച്ച് അറിഞ്ഞു, ബാക്കിയേക്കാം. എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ, അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിലാ? വസ്ത്രത്തിൽ മാത്രമല്ല, വസ്ത്രത്തിൽ മാത്രം പെട്ടെന്ന് മനസ്സിലായി, പെട്ടെന്ന് ഏതിലാ? പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ഞങ്ങൾക്ക് മുഖത്താ നോക്കുന്നത്. ഒരാളെ ആദ്യം കാണുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ നോക്കൂ, അയാളങ്ങനെ നോക്കുമായിരിക്കും, ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ എത്ര ശതമാനം ബഹുമാനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി സ്ലീവ്ലെസ് ഇല്ലേ, അല്ല സ്ലീവ് ഇല്ലയോ, 10% ബഹുമാനം ക്യാൻസൽ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല, പോട്ടെ. എന്തൊരു സ്റ്റേറ്റ്മെന്റ് അത്. ഞാൻ ചില സാധനങ്ങളോട് ഞാൻ യോജിക്കുന്നു. കാരണം വസ്ത്രം വളരെ അല്പധാരിയായിട്ട് നടക്കുന്ന ചില സ്ത്രീകൾ താങ്കൾ പറയുന്ന ഈ സാധനത്തിലേക്ക് പോയിരിക്കും. പക്ഷെ ജനറലൈസ് ചെയ്ത് അങ്ങനെ എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഒരു വസ്ത്രം ഇടുമ്പോഴത്തേനും അത് മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് അവരുടെ, നമുക്കതിനെ എങ്ങനെ ചോദിക്കും? എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, വസ്ത്രത്തിന്റെ അളവ് നോക്കിയിട്ടാണോ ബഹുമാനം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വസ്ത്രം കൂടുന്നതിന് ചില ആൾക്കാർ കമന്റ്, നീ നിന്റെ വീട്ടുകാരെ കൊണ്ട് അങ്ങനെ ഇട്ടിട്ട് വേണമെന്ന് പറയും. വസ്ത്രം കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ബഹുമാനം കൊടുക്കുന്നത്? അത് പറയുന്നില്ലല്ലോ. കൂടുമ്പോഴാണെന്ന് പുള്ളി പറയുന്നത്. വസ്ത്രം നോക്കിയിട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. കൂടുന്നതാണോ കുറയുന്നതാണോ? വസ്ത്രത്തിന്റെ അളവ് നോക്കിയിട്ടെന്നാണ്. അളവുണ്ട്, കൂടുന്നതാണോ കുറയുന്നതാണോ പിടികിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ. ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക്. നമ്മൾ പുരുഷന്മാർ തന്റെ കാര്യം പറഞ്ഞാൽ പോരെ? നമ്മൾ പുരുഷന്മാരോ? ഞങ്ങൾ അങ്ങനല്ല, സ്വന്തം കാര്യം ഇയാളുടെ കാര്യം പറഞ്ഞാൽ പോരെ? അതെ, സ്വന്തം കാര്യം പറഞ്ഞാൽ. നാട്ടിലെ മുഴുവൻ പുരുഷന്മാരുടെ അട്ടിപ്പേരാവകാശം എടുത്തിട്ട് ഓടെ പോയിരിക്കുവാണോ? ഈ ടാഗ് എവിടെ നിന്ന് കിട്ടി അണ്ണന്? ഒന്നും പറയിപ്പിക്കാൻ വേണ്ടി കുറച്ച് കോഡൊക്കെ വെച്ചിട്ട് കൊള്ളാല്ലേ? അതെ 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 അതെ. ഞാൻ നാളെ മുതൽ ഓൾ കേരള യൂട്യൂബ് അസോസിയേഷൻ ഐഡി കാർഡ് നല്ലതാ. ഇതിന്റെ ബാക്കി ഒരു ഭാഗം കേൾക്കാം. ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം, അത് സത്യത്തിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് ആണ്. ഡീൻ ബെർണറ്റിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ ഇത് സെക്ഷുവലി പഠിച്ചു വെച്ച സാധനം അല്ല. സെക്ഷുവലി ഒരു പെണ്ണിടുന്ന വസ്ത്രം പ്രൊവോക്ക് ചെയ്യുമെന്നാ പറയുന്ന ആണിനെ. ഈ പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ പുള്ളി പറഞ്ഞ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഈ പുരുഷൻ ഇങ്ങനെ പോകുമ്പോൾ പല സാധനങ്ങൾ കാണുന്നു. സ്ത്രീകൾ നേക്കഡായിട്ടുള്ളത് കാണുന്നു, അല്ലെങ്കിൽ സെക്ഷുവലി ആണുങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാണുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഒരു സ്ത്രീയെ കാണുമ്പോഴാണ് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടായിരുന്നതെന്നാണ് ഈ ബുക്കുകളുടെ തെളിവ് വെച്ചിട്ട്. അപ്പോഴും പുരുഷൻ നല്ലവനാണ്, പുരുഷന്റെ മനസ്സ് നല്ലതാണ്. അപ്പോ സ്ത്രീകളെ കാണുമ്പോൾ മോശമായിട്ട് പെരുമാറാത്ത നമ്മളല്ല അഴുക്ക. ഇവര് പറയുന്നത് പുരുഷനാണോ സ്ത്രീയെ കാണുമ്പോ തോന്നണം എന്നാണ് പറയുന്നത്. സാഹചര്യവശാൽ ഉണ്ടായി പോകുന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഒരു സ്ത്രീയെ കാണുന്നത്? പുള്ളി ഒരു സ്ഥാപനത്തിന്റെ എന്തോ മാനേജിംഗ് ഡയറക്ടർ എന്തോ ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എന്തോ. പഠിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അതെന്തൊരു സെറ്റപ്പ് അത്. അതിനെ ന്യായീകരിക്കാൻ കുറെ പുസ്തകങ്ങൾ, ഈ പുസ്തകമൊക്കെ എഴുതിയത് ആര്? പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കുട്ടികളിൽ എന്തുകൊണ്ടാണ് പുരുഷന്മാർ കുട്ടികളെ കയറിയിട്ട് ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനൊരു വാർത്ത, അത് സംഭവം കേട്ടിട്ടുണ്ട്. അതായത് മുതിർന്ന ആൾക്കാരുടെ വസ്ത്രധാരണം കൊണ്ടാണ് അത് കണ്ടിട്ടുള്ള ഒരു എന്താ പറയാ ഇൻഫാക്ച്വേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം, ഫ്രസ്ട്രേഷൻ കാരണം, ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ആ മുതിർന്നവരെ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഫ്രസ്ട്രേഷൻ കുട്ടികളുടെ നേരെ തീർക്കുമെന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. അല്ല, അപ്പോഴും ആരുടെ പ്രശ്നമാണ്? പുരുഷന്മാരുടെ പ്രശ്നം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ പ്രശ്നമാണെന്ന്. അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രമാത്രം തോന്നണം? നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ മറ്റേ അല്ല, നമ്മുടെ പ്രശ്നമാണോ നമുക്ക് തോന്നാത്തോണ്ടാണോ? നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമോ? സ്വാഭാവികമായിട്ട് എല്ലാ പുരുഷന്മാർക്കും ഈ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികളെ നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. അത് കറക്റ്റ്, ആ പോയിന്റ് കറക്റ്റ് അല്ലേ? നോക്കും, അത് നമ്മൾ നോക്കും, അത് നമ്മൾ നോക്കാൻ വേണ്ടിയാ അത് അക്സെപ്റ്റ് ചെയ്ത് നോക്കും. സ്ത്രീകൾ നോക്കാറില്ലേ? നല്ല സുന്ദരമായ ഒരു ചെറുപ്പക്കാരൻ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മൂടിയ കാല സെറ്റപ്പ് ആയിട്ട് എന്നെ പോലൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ല നിങ്ങളെ പോലൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കൂല്ലോ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കും. ഭർത്താവും ഭാര്യ ഒരുമിച്ച് പോകുമ്പോഴേക്കും അങ്ങോട്ട് നോക്കിയിട്ട് സെക്സിലുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അട്രാക്ഷൻ തോന്നിയില്ലെങ്കിലാണ് പ്രശ്നം. അതിനകത്ത് തെറ്റില്ല. ആ അട്രാക്ഷൻ തോന്നിയിട്ട് കയറി ബലാത്സംഗിക്കാൻ പിടിക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. അല്ലേ? അല്ലേ? കറക്റ്റല്ലേ പറഞ്ഞേ? ഞാൻ മനഃപൂർവ്വം നോക്കാതിരിക്കും, ഞാൻ പുച്ഛത്തോട് കൂടി കാണും. അത് എന്റെ മനോഭാവമാണ്. തന്റെ മനോഭാവം എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. മനോഭാവം അല്ലത്. ഇത് ഇയാൾ സ്ത്രീ വിരോധിയാണ്, അതിന്റെ പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല. സ്ത്രീ വിരോധിയോ?
പുള്ളിയായിരിക്കും ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചക്കര മുത്തേ ഹായ് കാണും ചിലപ്പോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളുടെ മെസ്സേജ് കിട്ടിയ ആരെങ്കിലും മെസ്സേജ് അയക്കണേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, ഈ പുള്ളിക്ക് കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ട് സ്ത്രീകളോട് അതികഠിനമായ വിരോധം തോന്നുകയാണ്. ആയിക്കോട്ടെ. അല്ല, ഈ നിങ്ങൾ സ്ത്രീകളെ വെറുത്തോളൂ, നമുക്കൊരു പ്രശ്നമില്ല. ദയവ് ചെയ്ത് പറയുമ്പോൾ ഞങ്ങൾ പുരുഷന്മാർ ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറയരുത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇയാളെ വെച്ച് ഒത്തിരി ബെറ്റർ ആണ് രാഹുൽ ഈശ്വർ. ബസ് കയറി വെറുതെ പിടിച്ചവനൊക്കെ പോയി ഇറക്കിക്കൊണ്ട് വന്ന മോനാണ്. അല്ല, ഇങ്ങനെക്കാട്ടിലും ഒത്തിരി ബെറ്റർ ആണ് രാഹുൽ ഈശ്വരും മറ്റേ കമ്പയർ ചെയ്യല്ലേ മുകേഷ്. ഇത് വിവരദോഷി, മറ്റേത് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാർ. അതെ അതെ. അല്ല, അവർ ഇച്ചിരി കൂടെ ജെന്യൂൻ ആയിട്ടുള്ള ഇടപെടുന്നത്. അതെ. ഈ എന്തുകൊണ്ടായിരിക്കും തട്ടി പിരിഞ്ഞത്? ഇയാൾ എന്തോ പിരിവൊക്കെ നടത്തിയിട്ടുണ്ട് അയാളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ബാക്കിയേക്കാം. പക്ഷെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിനുള്ളിൽ കുഞ്ഞി കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിംഗിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മൂമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിൽ എന്താ പ്രശ്നം? അത് മനസ്സിലാക്കി അതിന് ഉത്തരവില്ല. പെൺകുട്ടികളുടെ കാര്യമല്ല, പിന്നെ ആരുടെ കാര്യമാണ് താൻ പറഞ്ഞത്? പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഇയാൾക്ക് എന്താ അറിയാ, വീണിട്ട് അവിടെ ഉള്ള അറിയത്തില്ല, അതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ മിണ്ടാണ്ടെങ്കിരിക്കും. പെൺകുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അതിന്റെ കാരണം എന്താ? പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ, പ്രായം ഒരുപാടായിട്ടുള്ള അമ്മച്ചിമാരെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? അത് ഇപ്പൊ പറയുമല്ലോ, പുരുഷന്മാര് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ആ സാധനം ഇടയ്ക്കുള്ള അക്ഷരം നിങ്ങൾ കൂട്ടിക്കോ. ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ സാധനം സ്ത്രീകൾക്ക് കുറവാണോ? നമ്മളിപ്പോ കണ്ട എത്രയോ വീടുകളിൽ ഒരു തയെ കിട്ടിയിട്ട് അവനെ കളഞ്ഞിട്ട് അടുത്തവനെ കിട്ടിയിട്ട് അവനെ കളഞ്ഞിട്ട് അടുത്ത, ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള സാധനമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്നും പറഞ്ഞ ഒരു സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ സ്ത്രീയെ കയറി പിടിക്കുകയോ, ഒരു പുരുഷന്റെ സമ്മതമില്ല ആ സാധനം ഇല്ലാതെ പുരുഷനെ കയറി പിടിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. ഇത് നമുക്കില്ലേ അഭിമാനം? ഇല്ലേ? നമുക്കുണ്ട്, പക്ഷെ നമ്മളത് പറഞ്ഞു നടക്കുന്നില്ല മാത്രം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ പുരുഷന്മാരുടെ ഒരു മനസ്സിന്റെ വലിപ്പം മനസ്സിലാക്കണം. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ, ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇയാളെ പോലെ എല്ലാ പുരുഷന്മാരുടെ മൊത്തം പറഞ്ഞു കഴിയുമ്പോൾ തിരുത്തി പറയും. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സൈറ്റ് അടിച്ച് കാണിച്ചു എന്ന് വെക്ക്, ആ പെണ്ണെന്ത് പറയും? അയ്യേ വൃത്തിയിട്ടവൻ എന്ന് പറയും. അതേസമയം ഞങ്ങളുടെ മനസ്സിന്റെ വലിപ്പ ഒരു പുരുഷനെ ഒരു സ്ത്രീ സൈറ്റ് അടിച്ചടിച്ച് നമ്മൾ വൺസ് മോർ ചോദിക്കും. അതാണ് നമ്മുടെ ഞങ്ങൾ അത്ര വലിയ മനസ്സിന്റെ ഉടമകളാ. ആ നമ്മളെയാണ് ഇത്ര വൃത്തിയിട്ടവന്മാരായിട്ട് ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായാലോ? ആരെങ്കിലും സൈറ്റ് അടിക്കാനുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കാണിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അടിച്ചോളാം. ഞാൻ വീഡിയോ എടുത്ത് വെച്ചുതരാം. എന്താ വെച്ചാൽ ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം, അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ. ഹോർഡിങ്സ് കൊണ്ട് എക്സ്പോസ്ഡ് ആവുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയ ട്രീറ്റ്മെന്റ് നടത്തി തീരുന്ന പ്രശ്നമുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേന് റോഡിന്റെ അവിടെ ഇവിടെയെല്ലാം സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുടെ പരസ്യങ്ങൾ കാണുന്നു. അത് കണ്ടിട്ട് തൊട്ടടുത്ത് കാണുന്ന സ്ത്രീയെ ചേട്ടൻ കയറി, അതാണോ പറഞ്ഞു വരുന്നതിന്റെ പിന്നിലെ സാധനം? അതാണ് പറഞ്ഞു വന്നത്. അതെന്തൊരു സ്റ്റേറ്റ്മെന്റ്? അത് ഒരു പുരുഷൻ പറയുന്നത്, ജേർണലൈസ് സംസാരിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, ഒരു സ്ത്രീ ഇതേപോലെ കാർ ഓടിച്ചു പോകുന്നു, കുറെ പുരുഷന്മാരുടെ VIP-യുടെ ഒക്കെ അടിവസ്ത്രങ്ങൾ പരസ്യം കാണുന്നു, അടുത്ത പുരുഷനെ കാണുന്ന സ്ത്രീ എന്ത് ചെയ്യണം? ഹോർമോണൽ ചേഞ്ച്, ഇംബാലൻസ്. അവർക്ക് ഹോർമോൺ ഇല്ല, അവർക്കില്ല. നമുക്ക് മാത്രമുള്ള ഹോർമോൺ. അതിന്റെ താടി വിഷയം നമുക്കൊന്നും ഞാൻ കേട്ടിട്ടുണ്ടോ? ഹോർമോൺ എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ലല്ല, ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷുവലി എക്സ്പോസ്. ടാർഗറ്റോ? അയാൾ മറ്റേ കുറെ പഠിച്ചു വെച്ച സാധനം ഒന്നും വിളപ്പം അല്ലാണ്ട് വേറൊന്നുമല്ല. കാലം കഴിഞ്ഞു ചേട്ടാ. എന്തോ ആരത്? മുഹമ്മദ് അമീർ, വൈസ് വയനാടോ? വയനാട് റെസിഡൻഷ്യൽ സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അടിപൊളി. പിള്ളേര് ഓടി രക്ഷപ്പെട്ട് ഓടുന്നു. ഒരു സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ദേഷ്യം തീർക്കും. എന്റെ പണി പോയത് പിന്നെ എങ്ങനെയാ? ബോസിനെ ചീത്ത വിളിച്ചാൽ എന്റെ പണി ഉള്ള കാര്യമാണ്. മാനേജറെ ചീത്ത വിളിച്ചാൽ എന്നെ അവിടുത്തെ പറഞ്ഞു വിട്ടത്. നമ്മൾ ചെയ്ത പുള്ളി ചെയ്യുന്നത്, പുള്ളി വീട്ടില് ഭാര്യയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് നേരെ ഓഫീസിൽ പോയിട്ട് മറ്റേ സബോർഡിനേഷനോട് കാണിക്കുന്നത്. അതാണ് സംഭവം. കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് ബോസ് നമ്മളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അണ്ണാക്കി പിരിമിട്ട് കേട്ടോണ്ടിരിക്കും. എന്റെ സൈഡിൽ തെറ്റിലടാ, നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കണം എന്ന് പറയും. ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നത്. നമ്മൾ ചെയ്യാത്തത് അതെ എവിടെ ചോദിച്ചാലും പറയും, ആ സാറിനോട് ചോദിച്ചാലും പറയും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് നമ്മുടെ പിറലിൽ കടിച്ചേപ്പിക്കുക കഴിഞ്ഞാൽ നിൽക്കരുത്. അല്ല, ഈ പുള്ളി പറയുന്നത് എന്തെന്നറിയോ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി തീർക്കും, അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയി തീർക്കും. അത് ആണുങ്ങൾക്ക് കൊണ്ടുള്ള കേട്ടോ, അതൊന്ന് പറയാം. അത് ആണുങ്ങളുടെ ശീലമേ അല്ല, ആണാണെങ്കിൽ അത് ചെയ്യില്ല. എന്തൊക്കെയാണോ ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാ. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല, കാരണം
അവിടെ കണ്ടിട്ട് ഇവിടെ കൊണ്ട് അഗ്രഷൻ തീർക്കുമോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ ഭയങ്കര ഒരു ക്രിക്കറ്റർ ആണെന്ന് വിചാരിക്കുക, ചേട്ടൻ ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് ചറപറ ഗോൾ അടിച്ച് തീർത്ത പ്രശ്നം ഫ്രസ്ട്രേഷൻ തീരുമോ? ആ സാധനമാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞേ. പോട്ട് ചേട്ടന് ഭയങ്കരമായിട്ട് വിശക്കുന്നതിന് പകരം ഡൗൺലോഡിങ്ങിന് പകരം അല്ല മറ്റേ ഇൻകമിങ്ങിന് പകരം ഔട്ട് ഗോയിങ് നടത്തി കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? നമുക്ക് എന്താണ് വേണ്ടത് അതല്ലേ ചെയ്യേണ്ടത്. എന്തൊക്കെ ഇത് പുസ്തകത്തിൽ വായിച്ച് വെച്ച കുറെ കാര്യങ്ങളൊന്നും വിളമ്പുന്നു. മീൻസ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ അത് എനിക്ക് ശരിയെന്ന് തോന്നണമെങ്കിൽ ഞാൻ അത്തരത്തിൽ ചിന്തിക്കുന്ന ആ ചിന്താഗതിയുള്ള ഒരാളായിരിക്കണം. ഉറപ്പായിട്ടും അത് ഇനി ചുമ്മാ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരിച്ചാണോന്ന് അറിയത്തില്ല കേട്ടോ. ഇതിപ്പം പുറത്തു വന്നില്ലേ, അത് വരാൻ വേണ്ടി ആയിരിക്കും. കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്, ഞാൻ പറയുന്നതല്ല. കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതല്ലോ. പക്ഷെ ഞാൻ താൻ പറയുമ്പോഴത്തേനും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അതിന്റെ ആ സാധനത്തിന് തുറന്ന് അക്കൗണ്ടബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? ഞാൻ ഇവിടെ വന്നിട്ട് പറയുക ഇന്ന ആള് വെറും ചെറ്റാണ് എന്ന് ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ചാനൽ. ചേട്ടനെ തിയറി വെച്ചിട്ടാണോ ജീവിക്കുന്നത്? എല്ലാ കാര്യങ്ങളിലും തിയറി നോക്കിയാണോ ജീവിക്കുന്നത്? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. പറയട്ടെ, ഇപ്പൊ ഡ്രസ്സ് ഒരിക്കലും ഒരാളിനെ പ്രൊവോക്കേറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ലേ സാർ? ഒരു കാര്യം, ഭർത്തായിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെന്താണ്, എന്തെങ്കിലും ഉണ്ടോ അതിന്? അത് ഞാൻ പറയുന്നത് അതിനിപ്പോ എന്താ പറയും, പറതി ഇട്ട് നടക്കുന്ന റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അത് എന്താ കാരണം? അത് അവിടെ നമ്മളൊരു ടാർഗറ്റിൽ ലോക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടെ മറ്റൊരു ടാർഗറ്റിനെ കാണുമ്പോൾ വെടിവെച്ചിടും. അതാണ് സംഭവം. അല്ലാതെ ഒട്ടും യോജിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ കുത്തി വിളമ്പുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപ്പൊ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആളുകളുണ്ട് ഉറപ്പായിട്ടും. ഈ ഗോവിന്ദച്ചാമി അപ്പൊ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ട്രിഗേർഡ് ആയിട്ടുള്ളതായിരിക്കില്ലേ പാവപ്പെട്ട ഒരു കൊച്ചിന്റെ നെഞ്ചത്തോട്ട് പോയി കയറിയത്? അപ്പൊ അത് ഗോവിന്ദച്ചാമിയുടെ തെറ്റാണോ ആ പെൺകുട്ടിയുടെ തെറ്റാണോ? ഗോവിന്ദച്ചാമിയുടെ തെറ്റൊന്നുമല്ല പറയുന്നത്. ഹോർമോണൽ ഇംബാലൻസിങ് ആണ്. പിന്നെന്താ എന്തോ തിയറിയാ? ആ സമയത്ത് ഹോർമോൺ ഇങ്ങനെ ബാലൻസ് ഇല്ലാതെ വന്നപ്പോ ഗോവിന്ദച്ചാമിക്ക് കയറി അങ്ങ് പിടിക്കണം. അന്നേരം അവന്റെ അടിച്ചങ്ങ് തൊലച്ചിരുന്നില്ല ആ പ്രശ്നം അവിടെ തീർന്നേനെ. അതിനുശേഷം അതിനെ കുട്ടിക്ക് പറ്റിയില്ല, അത്രേ ഉള്ളൂ. അതിനുശേഷം അവൻ ജയിലിൽ ചാടുന്നു, അവനെ അവിടെ കിടന്ന് തീറ്റിപ്പോരുന്നു. ഞാൻ ഇന്നലെ 3 ഫോട്ടോ കണ്ടു. ഒന്ന് ജോളിയുടേത്, ഒന്ന് മറ്റേ മണിച്ചൻ്റെത്, ഒന്ന് വേറെ ഏതൊരുത്തൻ്റെ. കേറിയ സമയത്ത് കൂടുതലായ ലുക്ക്. ഇപ്പൊ അതേ സിനിമാ താരങ്ങൾ തോറ്റുപോകും. അമ്മാതി ലുക്ക്. ബാക്കി കാണാം. സ്കൂളുകളിലെ കാര്യം ഒരു വാക്ക് ചോദിച്ചോട്ടെ, മാം എന്തുകൊണ്ട് ഫ്രണ്ടെല്ലാം മറച്ചു വന്നിരിക്കുന്നു ഇവിടെ? എന്തുകൊണ്ട് ഫ്രണ്ടൊക്കെ മറച്ചു വന്നിരിക്കുന്നു ഇവിടെ? ഈ അമ്മച്ചി ഉണ്ടല്ലോ, ഈ അമ്മച്ചി പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഈ അമ്മച്ചി പറയുന്ന ഒരു കിട്ടില്ല സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കേൾപ്പിക്കാം, ആ സ്റ്റേറ്റ്മെന്റ് ഇതാക്കുമ്പോ പറയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്യുന്നതയോ, അമ്മച്ചി എഴുന്നേക്കാൻ പറയും, തിരിഞ്ഞു നിൽക്കാൻ പറയും. ഇതെന്തിനാണെന്ന് ചോദിക്കും. ഉണ്ട് ഉണ്ട്, ഞാൻ കേൾപ്പിക്കാം. ഞാനത് ചെയ്യുള്ളൂ. ആദ്യം അത് ഞാൻ ചെയ്യുള്ളായിരുന്നു. അല്ല ഈ ആന്റി എന്തിനാ കയ്യേട് ഇത്രയും ഭാഗം കാണിച്ചു വെച്ചേക്കുന്നത്? അതെന്തിനാ? അത് കാണുമ്പോഴത്തേനും തൊട്ടപ്പുറത്ത് നിൽക്കുന്നവന് മാഡത്തിന് ഒരു ടാർഗറ്റ് ആയി തോന്നിയാലോ? അവൻ ഇതിനു മുമ്പ് കണ്ട എന്തായിരുന്നു ആ സാധനം? എന്തായിരുന്നു? ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇവിടെ തീർത്താലോ? മുഖവും മറച്ച് കണ്ണങ്ങനെ പറയും, കണ്ണിൽ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നിരിക്കണം. നമ്മളൊരു കാരണവശാലും നമ്മൾ പുറത്താണ്. ഈ നിങ്ങൾ ഒരു സ്ത്രീ ആയിരുന്നിട്ട് ഇവർക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുന്നു? ഏജന്റ് വേറൊന്നുമല്ല, ഏജന്റ് ആണെങ്കിലും ഞാനിപ്പോ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ ഡ്രസ് അപ്പൊ മാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്റെ കാലിന്റെ ഇത്ര ഭാഗം കാണുന്നു, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഉത്തരവില്ല, ഉത്തരമുട്ടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ അവിടെ കണ്ടിരുന്ന ആൾക്കാരും ഇവിടെ കണ്ടിരുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളെ ജോക്കറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, കോമാളിത്തരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇവര് ചിന്തിക്കുന്നത് നമ്മൾ മാസ് അടിച്ച് തകർത്തുന്നുള്ള സാധനമായിരിക്കും. വസ്ത്രധാരണം നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവിടെ ഒരു കാണുന്നവൻ കമന്റ് പറയും, അതും കൂടി എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാണ്. അത്രേ ഉള്ളൂ, അതിനപ്പുറം വേറെ കഥയൊന്നുമില്ല. അത് ബിക്കിനിട്ടൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ആ പെണ്ണ് കണ്ട് കൊള്ളാം സൂപ്പർ എന്നൊരു പുരുഷൻ പറയും. തിരിച്ചും അതേപോലെ തന്നെ അണ്ടർവെയർ ഇട്ടുകൊണ്ട് 6 പാക്ക് ഉള്ള ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ ഹോട്ട് ഗായ് എന്നൊരു പെണ്ണും മെജോറിറ്റി സ്ത്രീകളും പറയും, മെജോറിറ്റി പുരുഷന്മാരും പറയും. എല്ലാവരെയും കോമണൈസ് ചെയ്യും. പബ്ലിക് പ്ലേസിൽ ആവില്ല. അതെ, അതാണ് സംഭവം. കേൾക്കാം. സ്വാതന്ത്ര്യം ധരിക്കാനുള്ളതല്ലേ? അത് വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല പറയണത്, നമുക്ക് കുറച്ച് സാമൂഹിക ബോധത്തിനെ പറ്റിയാണ് ഇവിടെ പറയാൻ. അതില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇവരൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത്. എന്തുകൊണ്ട് ഫ്രണ്ട് മറച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞു, എന്റെ കാല് കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ കുഴപ്പമില്ലെന്ന്. അതിന് ഉത്തരവില്ല, എന്ത് പറയും? അയ്യോ കൊള്ളാം. ഏതൊരു പുരുഷനും സ്ത്രീയുടെ ലൈംഗികത കാണാൻ ഇഷ്ടമാണ്. സ്ത്രീകൾക്ക് ഇഷ്ടമല്ല.
ഏതൊരു പുരുഷനും ഇഷ്ടമാണ്, സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊക്കെ. അല്ല, സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. സ്ത്രീകൾ പുരുഷന്മാരെ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവൊക്കെ ഇട്ടിരിക്കുമ്പോഴത്തേനും സ്ത്രീകൾ അച്ഛയും മോശം ലജ്ജാവഹം എന്ന് പറയുമോ? ഇത് മനുഷ്യനും ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും ഉള്ളൊരു വികാരമാണല്ലേ? എന്തൊക്കെയാ പറയുന്നത്? അമ്മച്ചി മക്കളില്ലേ? എനിക്കറിയത്തില്ല, കാണത്തില്ല. ലജ്ജിച്ച് പ്രായം കൂടി അല്ലെങ്കിൽ പറയാറുണ്ട്. ലജ്ജിച്ച് തലതാഴ്ചിട്ടുണ്ടോ? വേണ്ട പോട്ടെ. ആറും ഒക്കെ മുക്കാലിലേക്ക് നടക്കുക. സ്ത്രീകൾ എങ്ങനെയാ സാരി കൊടുക്കുന്ന ഇപ്പൊ പെർസെന്റേജ് എന്ന് പറയും ഞങ്ങള്. അതായത് പെർസെന്റേജ് ഒരെണ്ണം പുറത്ത് കാണിക്കാം, ഒരെണ്ണം പുറത്തായിരിക്കും. ചർച്ചയ്ക്ക് പറയുന്ന വാക്കുകളാണ് ഇത്. ആര് ഈ പെർസെന്റേജ്? ഞാൻ എന്റെ കരിയറിൽ ഞാനും കേട്ടില്ല. എന്ത് പെർസെന്റേജ് എന്ന് പറയുന്നത്? എന്ത് പെർസെന്റേജ് പറഞ്ഞു കൊടുക്കാണ്. ഒരെണ്ണം പുറത്ത്, ഒരെണ്ണം അകത്ത്, പറയുന്ന ഒരു സ്ത്രീയാണെന്നുള്ള ബോധം വേണം. ഒരെണ്ണം പുറത്ത് കാണിക്കുമ്പോഴേ ഞാൻ ചോദിച്ചോട്ടെ, ഇവര് വസ്ത്രത്തിന്റെ പുറത്തൂടെ എടുത്തിട്ടാണ് ഈ ഒരെണ്ണം പുറത്ത് ഇരിക്കുന്നത്? അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ തന്നെയാണ്. അതായത് സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരാണ് നിങ്ങളുടെ ഒന്നും നോക്കാൻ വേണ്ടി നടക്കുന്ന. എന്താ മനസ്സിലാവുന്നേ? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കമന്റ് അടിച്ചാൽ ഇല്ലെങ്കിലും ഈ അമ്മച്ചി ഒരു പെൺകുച്ചെടുത്തപ്പോ പെർസെന്റേജ് എന്ന് ഈ അമ്മച്ചി പറയത്തില്ലേ? ഉറപ്പായിട്ടും ഇവര് പറയും. ഇല്ലെങ്കിൽ ഇങ്ങനെ ടേം ഇവര് അവളുടെ പെർസെന്റേജ് കാണുന്നില്ല, അവളുടെ 50% കാണുന്നത്, അവള് 100%. അത് ഞാൻ ചോദിക്കട്ടെ, സാരി അല്ലാതെ ടോപ്പ് ഇട്ട് പോകുന്ന ഒരു പെണ്ണിന് എത്ര പെർസെന്റേജ് അമ്മച്ചി കൊടുക്കും? അല്ല, പെർസെന്റേജ് പിന്നെ എങ്ങനെ അളക്കുന്നേ? എനിക്കറിയില്ല ഈ അമ്മച്ചി എന്താ എന്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ. ഇതിനൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാ ഞാൻ ചോദിച്ചിട്ട് പറയാം. പുള്ളിയോട് ചോദിച്ചാൽ മതി. ഒരെണ്ണേ അകത്തുണ്ടാവുള്ളൂ. സാരി ഭംഗിയായിട്ട് സാരി കൊടുക്കും, പക്ഷെ ഒന്ന് പുറത്തായിരിക്കും. അതുപോലെ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അങ്ങനെ നടക്കുന്നവരുണ്ട്. സാരി പണ്ടൊക്കെ ജയഭാരതിയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പൊക്കിളിന് താഴെ വെച്ച് സാരി കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഷക്കീലെന്ന് പറയാമോ? പഴയ സിനിമയിലൊക്കെ അഭിനയിച്ചോണ്ടിരുന്നത്. എത്ര പെർസെന്റേജ് കൊടുക്കാൻ നമുക്ക്? എന്തൊക്കെയാ പറയുന്നത്? ആരാ? അഭിനേത്രി, എഴുത്തുകാരിയായിട്ടാണോ ഇമ്മാതിരി? നിങ്ങളൊക്കെ അല്ലേ പ്രോഗ്രസീവ് ചിന്താഗതികളെ മുന്നോട്ട് വെക്കണ്ടേ? നാട്ടുകാരുടെ മനസ്സിലുള്ള ഇല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയുള്ളവർ അങ്ങനെ ജീവിച്ചാൽ മതി. അതായത് ആ സാരി വിട്ടു പോകുമെന്ന് തോന്നുമായിരുന്നു. പക്ഷെ അന്നത് ആസ്വദിച്ചിരുന്നു. പക്ഷെ ആ ജനറേഷന്റെ അത് സിനിമയാണ്. ഞാൻ അമ്മച്ചി പറയുന്നില്ല. എത്ര പെർസെന്റേജ്? അല്ല, നമ്മളത് പറയുമ്പോ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല. വേണം. ഒരു സ്ത്രീ തന്നെ, ഞാൻ ഈ ഒരു അമ്മയുടെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ തന്നെ എങ്ങനെയാണ് ഇത്രയും വികൃതമായിട്ട് മറ്റു സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഈ കുട്ടി ധരിച്ചതുപോലെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ടാണ് വന്നത് എന്ന് വിചാരിക്കൂ. കാരണം ഞാനും അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ വേറെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ടീമായനെ. മനസ്സിലായില്ലേ? ഈ ഞങ്ങളൊരു കമ്പനി, നിങ്ങൾ മറ്റൊരു കമ്പനി, നമുക്ക് യുദ്ധം നടത്താം. എന്റെ പൊന്നോ. ഇത് മാത്രമല്ല, ഈ അമ്മച്ചി വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇത് വേറൊരു കാര്യം കൂടെ കേൾക്കാവേ. ഈ ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന ആള് ഈ പറയുന്ന പോലെ തന്നെ സ്ത്രീകള് വസ്ത്രം ഇല്ലാന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമില്ല എന്ന് പറയും. അതിനോടൊന്നും യോജിക്കുന്നില്ല. അധികമായ അമൃതം പശു എല്ലാം ഒരു മര്യാദക്കൊക്കെ ആവാം. ലിമിറ്റ്. വിവസ്ത്രരാകേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് എങ്ങനെ വേണമെങ്കിൽ കൂത്തടിക്കോ, കുഴപ്പമില്ല. പക്ഷെ പബ്ലിക്കിൽ പാടില്ല, പബ്ബിലായിക്കോ. മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രീസിൽ പറഞ്ഞ പോലെ ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ ന്യൂഡ് ബീച്ചസ് ഉണ്ട്. അതെ, ന്യൂഡ് ബീച്ചസ് ഉണ്ട്. ന്യൂഡ് ബീച്ചസിൽ ആരാണ് കൂടുതൽ ആസ്വദിക്കുന്നത്? ഞങ്ങൾ പോയിട്ടില്ല, അറിയില്ല, സോറി. ന്യൂഡ് ബീച്ചസിൽ ആരാണ് കൂടുതൽ? അപ്പൊ അണ്ണന്റെ പ്രശ്നം, അണ്ണൻ എന്ത് കണ്ടാലും ആസ്വദിക്കും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ഇവിടെ നമ്മൾ കോവളം, ട്രിവാൻഡ്രത്ത് കോവളത്ത് പോയി കഴിഞ്ഞാൽ മദാമ്മമാരും അല്ലെങ്കിൽ സായിപ്പുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും പല പരിപാടിയും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡ്രസ്സ് മറ്റേ ബിക്കിനിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. പോകുന്ന ആൾക്കാർ പോകുന്നു, തിരിച്ചു വരുന്നു. അതല്ലാതെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ വെള്ളം ഇറക്കുക ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും അത് കണ്ടു കഴിയുമ്പോൾ അതിനുള്ള ഒരു ഇതങ്ങ് മാറാണ്. മനസ്സിലായില്ലേ? ഈ കാണാത്തതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ വരുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞതിലേക്ക് വരാം. ചേച്ചി പറയുന്നത് ന്യൂഡായിട്ടുള്ള ബീച്ചുകളുണ്ട്, അല്ല ന്യൂഡായിട്ട് നടക്കുന്ന ബീച്ചുകളുണ്ട്. ബാക്കിയേക്കാം. ആരാണ് ആസ്വദിക്കുന്നത്? ഇവിടെ സ്കാൻഡിനേവിയൻ കൺട്രീസ് പറഞ്ഞു. സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ പോകുന്ന രീതികളും അവിടെയുള്ള നേക്കഡ് ആയിട്ട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത് കണ്ടാൽ ഇദ്ദേഹം അവിടെ ഹൃദയാഘാതം ഒന്നും അമേരിക്കയിലെ പേപ്പർ ഇല്ല, മരിക്കൂല, ഞാൻ മരിക്കൂല, ഞാൻ രണ്ടെണ്ണം തുറന്നു പിടിക്കും. അയ്യോ, ഇതാണ് ഫ്രസ്ട്രേഷൻ ശരിക്കും. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇവിടെ എല്ലാവരും തുണിയില്ലാതെ നടക്കണം എന്നാണോ ചേച്ചി പറയുന്നത്? ഒന്നെങ്കിൽ ആശയുടെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കൈരളിക്ക് പുറത്ത്. ഇത് രണ്ടിന്റെ നടുക്കൊരു സെറ്റപ്പ് ഇല്ല. അതങ്ങനെ, ഇതിങ്ങനെ. അപ്പൊ അവര് ചോദിച്ചാൽ ചോദ്യം ചോദിക്കും, ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വസ്ത്രത്തിൽ വന്നത്? അതേപോലെ വന്ന് ചേച്ചി മാതൃക കാണിക്കണമായിരുന്നു.
ഇനി നമ്മൾ മുമ്പേ കണ്ട അമ്മച്ചി ഇല്ലേ, അമ്മച്ചിയെ തിരിച്ചു വാ. ഒരാള് ചോദ്യം ചെയ്യുന്നുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഈ പറഞ്ഞ സാരി അത് കണ്ടുവിട്ടോ, അതാണ് പെർസെന്റേജ് നമ്മൾ പറഞ്ഞ പെർസെന്റേജ് മോള് കണ്ടുപിടിച്ച്. അല്ല മാഡം ഒന്ന് കൈ മറ്റേ ഗുരുവായൂരോട്ട് പോകുന്ന വഴിയതാ, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട്, അതേപോലെ മാഡത്തിന് മനസ്സിലായില്ല. അയ്യോ, നാച്ചുറൽ ആക്ടിങ്. സിനിമയിലൊന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വിജയിക്കും. അഭിനേത്രിയാണ് ഇവര് മറ്റേ കൈ പൊക്കി കാണിക്കുന്നത്. അതെ, പെർസെന്റേജ് വന്ന് എന്തോ ചെയ്യും. ഇത് ശരിക്കും ഇത് ശരിക്കും നമുക്ക് ചിരിക്കാൻ വേണ്ടി ശ്രീകണ്ഠൻ സാർ ചെയ്തൊരു സാധനം പുള്ളി അറിയാഞ്ഞിട്ടാണ്. എന്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഈ ഒരു ടോപ്പിക് എടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സത്യം എന്താണ് ഇതിന്റെ ആവശ്യം, എന്താണ്? ശരിക്കും ഓരോ ഡ്രസ്സിംഗ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവര് പുറത്തിറങ്ങുമ്പോൾ അവർക്കില്ലാത്ത നാണക്കേട് എന്താണ് നമുക്ക് തോന്നുന്നതാണ്. സ്ത്രീകള് ഇത്രയുള്ള മുട്ടിന്റെ അത്രയുള്ള സാധനം ഇടുമ്പോഴാണ് പുരുഷന്മാർക്ക് പ്രശ്നം. ആണുങ്ങൾ ഇവിടെ മുണ്ടും കയ്യിൽ കൊടുത്തിട്ട് മടക്കി കുത്തുമ്പോ അതേ ഭാഗങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല? അവിടെയാണ് മറ്റേ ഫ്രസ്ട്രേഷൻ വരുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ഇതില്ലെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് ടാർഗറ്റ് ഇല്ല, ആണുങ്ങൾക്കാണ് ടാർഗറ്റ്. അല്ല, നമ്മൾ പറയുന്നത് ഇപ്പം ഡ്രസ്സിലൊരു മാന്യത വേണ്ടെന്നല്ല, പക്ഷെ അത് ആരാ തീരുമാനിക്കുന്നത്? നമ്മളാണോ, പുരുഷന്മാരാണോ? അല്ല, ഇടുന്നവരാണ് അല്ലേ. ഞാൻ എന്തിട്ടാലും എനിക്ക് ഓക്കെ ആണ്, എനിക്ക് കംഫർട്ട് ആണോ, എനിക്ക് ഇടുന്നതിന് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് പർദ്ദ ഇട്ട് പോയാലും കമന്റ് വരും, അതെ, ബിക്കിനി ഇട്ട് പോയാലും കമന്റ് വരും. പർദ്ദ ഇട്ട് ഒരു ആണിലൂടെ പോയി കഴിഞ്ഞാൽ പറയുന്നത് എന്തായിരിക്കും? ആ കൊച്ചിന് നല്ലൊരു മുഖം അവന് പുറത്ത് കാണിക്കണമെന്ന് പറയും, അതായിരിക്കും പറയുന്നത്. ഇന്നാ മുഖം കാണിച്ചു കഴിഞ്ഞാലോ എന്നാൽ ബാക്കിയോടെ കാണിക്കാൻ പറയും. ഇതാണ് ടീമുകൾ, പറഞ്ഞിട്ട് കാര്യമില്ല. വസ്ത്രം അവരുടെ പേഴ്സണൽ ഫ്രീഡം ആണ്. അത് ഓവറായിട്ട് എക്സ്പോസിങ് ആകുമ്പോഴത്തേനും കമന്റുകൾ വരും. അത് സ്വാഭാവികം. അത് നിങ്ങൾ ഈ പറയുന്ന പുരുഷന്മാർ മാത്രമല്ല, ഒരു ആണ് ഷെഡ് ഇട്ടുകൊണ്ട് നടന്നാലും ഒരു പെണ്ണ് കണ്ടാൽ നോക്കും. കമന്റുകൾ മാന്യമാവണമെന്ന് മാത്രം. അതെ, പറയുന്ന കമന്റുകൾ മാന്യമാവണമെന്ന് മാത്രം, അല്ലാണ്ട് തന്തക്ക് തള്ളക്ക് വിളിക്കുന്ന കമന്റ്. എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത് എന്തിന് ഈ ചർച്ചയുടെ ആവശ്യം എന്താണെന്നുള്ളത് അറിയില്ല. ടോപ്പിക് ആണല്ലോ, കണ്ടന്റ് ആണല്ലോ, അതിനൊന്നും അറിയത്തില്ല. ചുമ്മാ ജനങ്ങൾ കാണുന്നു. നമ്മൾ സംസാരിച്ചില്ലേ ഇതുപോലെ എത്ര പേര് സംസാരിച്ചിട്ടുണ്ടാവും ഈ ടോപ്പിക്? അത്രേ ഉള്ളൂ. 3 ലക്ഷം വ്യൂ പോയി ഇന്നലെ തന്നെ. സ്വാഭാവികം. ഇവിടെ ഭയങ്കര കഴിവൊക്കെ ഉള്ള മനു, ദേവ്, വിവേകൊക്കെ പോയിട്ട് കിടന്ന് കളച്ചിട്ട് പോലും കാണാൻ ആളില്ല. ടോപ്പിക് വരെയായിരുന്നത് അതുകൊണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളിനകത്തും നമ്മൾ ഇച്ചിരി തമാശ പറഞ്ഞെങ്കിലും അതൊക്കെ ഭയങ്കര സീരിയസ് ആണ്. നിങ്ങൾക്ക് പലർക്കും വിയോജിപ്പുണ്ടാവും. നമ്മുടെ നിലപാട് ഇത്രയേ ഉള്ളൂ. വസ്ത്രധാരണം വ്യക്തി സ്വാതന്ത്ര്യമാണ്, പക്ഷെ അത് എത്ര വരെ വേണമെന്നുള്ളത് ആ വ്യക്തി തീരുമാനം, നമ്മളല്ല. ഒരാളുടെ ഡ്രസ്സ് നീ അത് അത്ര ഇടാവൂ എന്ന് നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. അവൻ ഇടുമ്പോൾ അത് കൊള്ളാമോ കൊള്ളില്ല എന്ന് പറയാനുള്ള കമന്റ് നമുക്ക് പറയാം. പക്ഷെ ആ കമന്റിനകത്തും ഒരു മാന്യത പുലർത്തുക. നിയമം പൊതുസ്ഥലങ്ങളിൽ ന്യൂഡിറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ മൊത്തം വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ്. അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇന്ന ഡ്രസ് ഇടലെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ്. തലച്ചോറുള്ളവന്മാര് ചിന്തിച്ച് തലച്ചോറുള്ളവരെ ഇടുക. ഇല്ല സാറിന്റെ എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം, അത് പുറത്ത് എത്ര കാണിക്കുന്നത് ഞാൻ തീരുമാനിക്കണം. അത്രേ ഉള്ളൂ. അത് എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണ്, കാണിക്കുക. കാണാൻ ആൾക്കാരുണ്ടാവും ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.